അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് 27-ാം രാവ്, അല്ലേ? ലൈലത്തുൽ ഖദ്റിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് 27-ാം രാവിലാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിറുകളായ സ്വഹാബാക്കൾ പറയുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. പണ്ട് മുതലേ നാം 27-ാം രാവ് 27-ാം രാവ് 27-ാം രാവ് എന്ന് പറഞ്ഞു കേട്ടു പരിചയമുള്ള ആ 27-ാം രാവ്, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ 15 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ വളരെ കൃത്യമായി ഈ പറയുന്ന വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, ഇത് നമ്മുടെ അവസാന റമളാൻ ആണെങ്കിൽ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഒരുപാട് റമളാനുകൾ ഇനിയും അല്ലാഹു നമുക്ക് നൽകട്ടെ എന്നാണ് നമ്മൾ ഇത്രയും നാൾ ദുആ ചെയ്തത്. ഇനിയെങ്ങാനും അല്ലാഹുവിന്റെ ഖളാഇൽ നമ്മുടെ അവസാനത്തെ റമളാൻ ആണെങ്കിൽ, ഏതുപോലെ കഴിഞ്ഞ റമളാനിലുള്ള പല ആളുകൾ ഇന്ന് നമ്മോട് ഒപ്പമില്ല. അപ്പൊ അവരൊക്കെ വിട പറഞ്ഞു പോയി. അപ്പൊ അവരുടെ അവസാനത്തെ റമളാനായിരുന്നു കഴിഞ്ഞ റമളാൻ. അതേപോലെ അവസാനത്തെ റമളാൻ ആയാൽ നമുക്ക് ഈ റമളാൻ കൊണ്ട് വിജയിക്കാൻ ഈ വീഡിയോ കണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇതിലുള്ളതുപോലെ കൃത്യമായി ചെയ്തു നോക്കൂ. നല്ല മനസ്സംതൃപ്തി ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമളാനിലെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. റമളാൻ വരുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഏക പ്രതീക്ഷ റമളാൻ കൊണ്ട് വിജയിക്കണം, റമളാനിലെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം, റമളാൻ അനുകൂലമായി സാക്ഷി പറയണം എന്നുള്ളതൊക്കെയാണ്. ഈ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നതിനും റമളാൻ കൊണ്ട് വിജയിക്കുന്നതിനുമൊക്കെ പ്രധാന ഘടകമാണ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുക എന്നുള്ളത്. ലൈലത്തുൽ ഖദ്ർ, അതിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാവ്, യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ അത് ഏതൊക്കെ രാവുകളാണ്? എന്താണ് ലൈലത്തുൽ ഖദ്റിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ? എന്തെല്ലാം അമലുകൾ ചെയ്താലാണ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക? ഇന്നത്തെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഈ ഒറ്റയിട്ട അവസാനത്തെ 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണല്ലോ, ആ രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നമ്മിലൂടെ കടന്നു പോകാനിരിക്കുന്നത്. അഥവാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസിൽ പറയുന്നതായിട്ട് കാണാം, ഒറ്റയിട്ട രാവുകൾ, അവസാന 10-ലെ ഒറ്റയിട്ട രാവുകൾ നാം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം എന്നുള്ളത്. അഥവാ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇതാണ് ഒറ്റയിട്ട രാവുകൾ. ഈ ഒറ്റയിട്ട രാവുകൾ വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ലൈലത്തുൽ ഖദ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് മാത്രമല്ല, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് സൂറത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്ത് തന്നെ ഇറക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അത് വിശുദ്ധ ഖുർആനെ എങ്ങനെങ്കിലും സൂചിപ്പിച്ച് പറയുകയോ, ഖുർആനിൽ ഒരുപാട് പ്രയോഗങ്ങളും ഒരുപാട് കൽപ്പനകളും നമുക്ക് കാണാം. സൂചകമായിട്ട് പറഞ്ഞതുണ്ട്, തുറന്നു പറഞ്ഞതുണ്ട്, നെസ്സായി പറഞ്ഞ വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ നെസ്സായിട്ട് തുറന്നു പറഞ്ഞ ഒരു വിഷയമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വിഷയവും. ലൈലത്തുൽ ഖദ്റിന്റെ മഹാത്മ്യവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് വ്യക്തമായി, കൃത്യമായി, സ്പഷ്ടമായി പറഞ്ഞു തന്നിരിക്കുകയാണ്, അല്ലേ? എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് പറഞ്ഞു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ രാത്രിയിൽ
രാത്രിയിൽ മാലാകമാർ, റഹ്മത്തിന്റെ മാലാകമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരിലേക്ക് വന്ന് മനുഷ്യരെ മുസാഫഹത്ത് ചെയ്യും. മനുഷ്യരെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളെ ഹസ്തദാനം ചെയ്യും. അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. ആ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രത്യേകം അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ മാലാകമാർ ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. എന്താണ് മാലാകമാർ ഇറങ്ങി വരിക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? അവർ റഹ്മത്ത് കൊണ്ടും ബറക്കത്ത് കൊണ്ടും നമ്മിലേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ്. ഈ മാലാകമാർ മലക്കുകളിൽ അവരെ ഒരു മലക്കും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു മനുഷ്യരെയും ഇബാദത്തിലായി കഴിയുന്ന, തഖ്വയിലായി കഴിയുന്ന ഒരു മനുഷ്യരെയും മുസാഫഹത്ത് ചെയ്യാതെ, അവർക്ക് സലാം പറയാതെ, അവരെ ആശീർവദിക്കാതെ ആ മാലാകമാർ തിരിച്ചു പോകുന്നില്ല. അത്രമേൽ ശ്രേഷ്ഠമായ മഹത്തായ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഈ രാവ്. ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം, ആ രാവ് എന്നാണെന്ന് കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരാൾക്കും അത് എന്നാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസം എന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിരുന്നതാണ് സത്യം. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് അറിയിക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. അപ്പോൾ രണ്ടാളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നതായിട്ട് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിന്റെ തീയതി പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് രണ്ടുപേർ പരസ്പരം വഴക്ക് കൂടുന്നത്, ബഹളം വെക്കുന്നത്, ശണ്ട കൂടുന്നത് കാണുന്നത്. അതോടുകൂടെ ആ ഒരു അറിവ് അള്ളാഹു ഉയർത്തിക്കളഞ്ഞു. അത് നമുക്ക് അനുഗ്രഹമായേക്കാം. അപ്പൊ ലൈലത്തുൽ ഖദ്റിന്റെ രാവ് എന്നാണെന്ന് ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. അപ്പൊ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചത് ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനും, ആ അറിയിച്ചു കൊടുത്തിട്ട് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്ത് അങ്ങനെ ഒരു ശണ്ട കൂടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതൊക്കെ അള്ളാഹുവിന് അവന്റെ ഇൽമിൽ നേരത്തെ അവൻ അറിയാവുന്നതാണ്. അങ്ങനെയാണ് ഇതിന്റെ ഖദർ ഖലാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി വെക്കേണ്ടതും. അങ്ങനെ അറിയാവുന്നതാണ്. അവരുടെ ഇക്തിസാബ് വെച്ച് അവരങ്ങനെ ചെയ്യുമെന്നുള്ള ആ ഒരു ഇൽമ അള്ളാഹുവിന് നേരത്തെ അറിയാം. അങ്ങനെ ആ രൂപത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കാൻ വേണ്ടി വരുമ്പോ ഇങ്ങനെയുള്ള ഈ വഴക്ക് കൂടുന്നതിലൊന്നും ബറക്കത്ത് ഉണ്ടാകൂല. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രാവിനെ അള്ളാഹു എന്നാണ് എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉയർത്തിക്കളഞ്ഞു. പക്ഷേ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നുള്ളത് അത് ഉയർത്തിക്കളഞ്ഞതിൽ വലിയ നേട്ടങ്ങളുണ്ട്. എന്താണ് നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ട് ലൈലത്തുൽ ഖദ്ർ ഇന്ന രാത്രിയാണ് എന്ന് കൃത്യമായി ഒരു രാത്രിയെ കുറിച്ച് പറഞ്ഞു എന്ന് സങ്കല്പിക്കാം. ഒരു ഉദാഹരണം പറയാം, ലൈലത്തുൽ ഖദ്ർ 25-ാം രാവിലാണ് എന്ന് തുറന്നു പറയപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ്. അപ്പൊ ആ ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രിയിൽ മാത്രം ഇബാദത്ത് ചെയ്യാൻ ആളുകൾ ഒരുമിച്ച് കൂടും, അല്ലേ? ആ രാത്രിയിൽ മാത്രം ഇബാദത്ത് ചെയ്യാൻ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാക്കിയുള്ള ദിവസങ്ങൾ അത്രയും അവഗണിക്കപ്പെട്ടാലും ലൈലത്തുൽ ഖദ്ർ ഉറപ്പിക്കപ്പെട്ട ഒരു രാത്രിയിൽ കൃത്യമായി തഖ്വയോടുകൂടെ ഇബാദത്ത് ചെയ്താൽ അവന് വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയും മനുഷ്യർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ലൈലത്തുൽ ഖദ്ർ ഉയർത്തപ്പെട്ടത് ഖൈറാണ്, അല്ലേ? രണ്ടാമത് എന്തുകൊണ്ട് ഖൈറാണ്? കൃത്യമായൊരു ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് 1 മുതലുള്ള 30 വരെയുള്ള ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്യുന്ന ജനങ്ങളുണ്ടാകും. മാത്രമല്ല അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് ഇബാദത്ത് ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ അത് നമുക്ക് ഖൈറാണ്. രണ്ടാമത്തേത്, മഹാത്മ്യമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ദിനരാത്രങ്ങളില്, ആ സമയങ്ങളിൽ, ആ സന്ദർഭങ്ങളിൽ, ആ ദിവസങ്ങളിൽ, ആ രാവുകളില് തെറ്റുകളിൽ ഏർപ്പെടുന്നത് വലിയ പാതകമാണ്. അത് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്ന്
ആയത്തുകൾ വിശദീകരിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട 25-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് കൃത്യമായി അറിയപ്പെട്ടിരുന്നു, അങ്ങനെ ഒരു അറിവ് നമുക്ക് ലഭിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മനുഷ്യർ അവര് മനുഷ്യൻ തെറ്റിനോട് സഹവസിച്ച് ജീവിക്കുന്നവരാണ്, മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന തെറ്റുകളുണ്ട്. ഇനി ബോധപൂർവം ചെയ്യുന്നവര്, ദുർബലതയ്ക്ക് കീഴ്പ്പെട്ട് ബോധപൂർവം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരാൾ ലൈലത്തുൽ ഖദർ ആണെന്നുള്ള അറിവോടുകൂടെ, കാരണം അറിയിക്കപ്പെട്ട പിന്നെ എല്ലാവർക്കും അത് അറിവുണ്ടാവുമല്ലോ, ഇപ്പൊ 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള അറിവ് എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്, ഇത് കേൾക്കുന്ന എല്ലാവർക്കുമുണ്ട്, ലോക മുസ്ലിമീങ്ങൾക്ക് മൊത്തം അറിയാം, പൊതുവിൽ എല്ലാവർക്കും അറിയാം 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ അറിയിക്കപ്പെട്ടാൽ എല്ലാവർക്കും അറിയും. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവ് 25-ാം രാവിലാണെന്ന് കൃത്യമായും വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം തെറ്റുകൾ ചെയ്യാം മനുഷ്യർ. അങ്ങനെ തെറ്റുകൾ ചെയ്താൽ അത് വലിയ പാപങ്ങൾ, വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകും. അങ്ങനെ ലൈലത്തുൽ ഖദർ എന്നാണ് എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഉയർത്തിക്കളഞ്ഞതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് വലിയ രൂപത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പൊ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ നാം ഒറ്റയിട്ട രാവുകൾ വളരെയധികം സജീവമായിട്ട് ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിൽ പെട്ട പ്രധാനപ്പെട്ട രാവാണ് ഇന്നത്തെ രാവായ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്. ഇതിലും പല ഇമാമുമാരും പറഞ്ഞ അഭിപ്രായപ്പെട്ട രാവുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇമാമുകൾ അഭിപ്രായപ്പെട്ട, ഭൂരിഭാഗം ഇമാമുകളും അഭിപ്രായപ്പെട്ട രാവുകളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒറ്റയിട്ട രാവുകളെല്ലാം സജീവമായിട്ട് ഇബാദത്തുകളിൽ ധാരാളമായിട്ട് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കേണ്ട സമയമാണ്. മഹാനരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ രാവിൽ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭൂഗോളത്തിൽ നിറയുന്നു. ഇക്കാരണത്താലാണ് ഖദർ എന്ന് പേര് വരാനുള്ള കാരണം. തിങ്ങി നിറയുന്ന എന്നൊരർത്ഥം ഖദർ എന്നുള്ള പദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്ങി നിറയുന്ന മലക്കുകളൊക്കെ ഭൂമി ലോകത്ത് നിന്ന് ഇറങ്ങി ഭൂമിയിൽ ഇങ്ങനെ തിങ്ങി നിറയും. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് പേര് വെക്കാൻ തന്നെ കാരണം എന്ന് മഹാനരായ റാസിമാൻ പറയുന്നുണ്ട്. ഖദർ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വിധി, നിർണയം, തീരുമാനിക്കപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ തിങ്ങി നിറയുന്നത് എന്ന അർത്ഥവും കൂടെ ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വരാനുള്ള കാരണം? റഹ്മത്തിന്റെ മാലാകമാർ വാനലോകത്ത് നിന്ന് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഭൂമിയിലേക്ക് ഇറങ്ങി അവരെ കൊണ്ട് ഈ ഭൂമി തിങ്ങി നിറയും. ആ കാരണം കൊണ്ട് ഖദർ എന്നതിന് അങ്ങനെ ഒരു അർത്ഥവും ഉണ്ടെന്ന് മഹാന്മാർ പറയുന്നു. മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. തിന്മകളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മിലൂടെ ഇനിയുള്ള ഓരോ രാവുകളിലും കടന്നുപോയിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പൊ ലൈലത്തുൽ ഖദർ എന്നാണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിലും അതിന്റെ അടയാളങ്ങൾ വ്യത്യസ്തങ്ങളായ ഹദീസുകൾ മുഖേന നമുക്ക് നിരവധിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ എന്ന മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വചനം നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ അരമുറുക്കും എന്നാണ്. ശബ്ദമീസറ, അവിടുത്തെ അരമുറുക്കും. അവിടുത്തെ കുടുംബങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കും. എന്നിട്ട് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിപ്പിക്കും, രാത്രി ഹയാത്താക്കും എന്നുള്ളത്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചവരാണ്. അവർ അവിടുന്ന് മുഴുവനായിട്ട് കാര്യങ്ങൾ ഒപ്പിയെടുക്കുന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ശബ്ദമീസറ, അവിടുത്തെ അരയങ്ങ് മുറുക്കും. അരമുറുക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ അരമുറുക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രയോഗം, അതിന്റെ ഹദീസിന്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് കാണാം. അരമുറുക്കുക എന്നൊക്കെ പറഞ്ഞാല് ആ ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് കരുതിയിട്ട് അവസാനത്തെ 10 ഓരോ രാത്രികളും ആയി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേകമായിട്ട് കുളിച്ച് വൃത്തിയായി ഒരുങ്ങും. അത്തർ പൂശും, സുഗന്ധം പൂശും, പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കും, പ്രത്യേകമായി ഇബാദത്തിലേക്ക് തയ്യാറാകും, അതിനുവേണ്ടി ഒരുങ്ങും. ആ ഒരുക്കത്തിനെ സംബന്ധിച്ചാണ് ശബ്ദമീസറഹു, അരമുറുക്കും എന്ന് പറയാറുള്ളത്.
നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയാറില്ലേ, അരയും തലയും മുറുക്കി ഇറങ്ങുക എന്നുള്ളത്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 കഴിഞ്ഞാൽ അങ്ങനെ തയ്യാറെടുത്തിറങ്ങും എന്ന് മാത്രമല്ല, നമുക്ക് പാഠമുണ്ട് പ്രിയമുള്ളവരെ. അതിൽ നിന്ന് എന്താണ് പാഠം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കില്ല, അവിടുത്തെ അവിടുത്തെ അഹിലുകാരെ, അവിടുത്തെ ഭാര്യയെ, അവിടുത്തെ അഹിലുകാരെ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഹയാത്താക്കാൻ വേണ്ടി പ്രചോദിതരാക്കുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ ഇത് കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, നിങ്ങൾ സ്വന്തം നിസ്കാരക്കുപ്പായിട്ട് തസ്ബീഹമാലയും പിടിച്ച് മുസല്ലഖ് ബിലായിലേക്ക് വലിച്ചിട്ട് നിങ്ങൾ മാത്രം ഇബാദത്ത് ചെയ്യുക. നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും റൂമിലിരുന്ന് മൊബൈൽ ഫോണിൽ അവര് ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ കണ്ട് സമയം തള്ളി നീക്കുന്ന സാഹചര്യമാണെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട മാതൃകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തങ്ങളുടെ അഹ്ലുകാരെ വിളിച്ചുണർത്തി അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കുമായിരുന്നു. നാമും അത് ചെയ്യണം. ഉപ്പമാരെ, നിങ്ങൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്തായിട്ട് നിസ്കരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് റെസ്റ്റ് എടുത്ത് പിന്നെ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി അവിടെ രാത്രി മുഴുവനും ഹയാത്താക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ആൺമക്കളായ പ്രായപൂർത്തിയായിട്ടുള്ള മക്കളെ കൊണ്ടുപോകാൻ പറ്റുന്ന മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം ഹയാത്താക്കണം, ഇന്നത്തെ രാത്രി ഹയാത്താക്കണം, സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്വതക്ക അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഉറുദിക്ക് വരുന്ന ഉസ്താദിനോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ആരെങ്കിലും നാട്ടുകാർക്കോ അല്ലെങ്കിൽ മുസാഫിരിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കാവലിന് വേണ്ടി നിങ്ങളുടെ മക്കളെയും തയ്യാറാക്കണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം വളരെ കൃത്യമായി ജീവിതത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിന്റെ നോട്ടം ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞ ചില വിഭാഗങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി കൊണ്ട് ഒരു കാരണവശാലും വിജയിക്കാൻ സാധിക്കൂല, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല എന്ന് പറഞ്ഞ ചില വിഭാഗം ആളുകളുണ്ട്. അതാരാണ് ആ വിഭാഗം ആളുകൾ എന്നറിയണോ? സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ. ഞാൻ ആ ഹദീസിന്റെ അറബി ഒന്നും പറയുന്നില്ല, സാധാരണക്കാരാണല്ലോ ഇത് കൂടുതലും കേൾക്കുന്നത്. സ്ഥിരമായി മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല. ഇമാം ബൈഹഖിയും ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ, ബുദ്ധിമുട്ടാക്കുന്നവർ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല. രണ്ട് വിഭാഗം ആളുകളായല്ലോ. കുടുംബ ബന്ധം മുറിക്കുന്നവർ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല. കാപട്യവും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കഴിയൂല. 4 വിഭാഗം ആളുകൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടില്ല. ആ 4 വിഭാഗം ആളുകളിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ള സന്ദർഭമാണ്. ആ 4 വിഭാഗം ആളുകളിൽ ഒരു കാരണവശാലും പെടാൻ പാടില്ല. അപ്പൊ 4 വിഭാഗം ആളുകൾ ആരാണ്? ഒന്ന്, സ്ഥിരമായി മദ്യപിക്കുന്ന, ലഹരിക്ക് അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ. മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്തായ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നിനക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. മാതാപിതാക്കളോട് അകന്നു നിൽക്കുന്നവൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, അവന് ലൈലത്തുൽ ഖദ്ർ ഒരു കാരണവശാലും ലഭിക്കുകയില്ല. ആറ്റുനോറ്റ് നമുക്ക് കിട്ടുന്ന ലൈലത്തുൽ ഖദ്ർ, വിശുദ്ധ റമളാനിലെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദ്ർ നിനക്ക് അതിന്റെ ഒരു പരിമളവും ആസ്വദിക്കാൻ സാധിക്കുന്നതല്ല. മൂന്നാമത്തത്, കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്. കുടുംബത്തിൽ ഏതെങ്കിലും അംഗങ്ങളോട് പിണങ്ങി നിൽക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, അനാവശ്യമായി അകാരണമായി അകന്നു നിൽക്കുന്നവർ, അവർക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ സാധിക്കുകയില്ല. കാപട്യവും കുശുമ്പും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന, നിഫാഖ് കാണിക്കുന്ന ആളുകള്, അവർക്കും ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത്തരം ദുഷ്ചെയ്തികളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമാണ് നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ സ്വീകരിക്കാൻ കഴിയുക, നമുക്ക് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കഴിയുക. അതുകൊണ്ട് തിന്മയെ സൂക്ഷിച്ചില്ലെങ്കിൽ നാം ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലും അള്ളാഹുവിന് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അത് കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് പട്ടിണി കിടക്കലായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് അവസാനത്തെ 10 ധാരാളമായിട്ട് എഴുത്തിക്കാഫിരിക്കുക, ധാരാളമായിട്ട് പള്ളിയിൽ സമയം ചെലവഴിക്കുക, ആരാധനാകർമ്മങ്ങളിൽ മുഴുകുക, എല്ലാ നന്മകളും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് അവന്റെ ഹൃദയത്തെ ക്രമീകരിക്കുക, ക്രമപ്പെടുത്തുക. എന്നാൽ
എന്നാൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു നമ്മെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ പ്രധാനമായി നാം ഇനിയുള്ള ഒറ്റയിട്ട രാത്രികളിൽ പ്രധാനമായി നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകളാണ് പറയുന്നത്. ഏകദേശം 15ഓളം അമലുകൾ പറയുന്നുണ്ട്. ഈ അമലുകൾ നിങ്ങൾ കൃത്യമായി ഇനിയുള്ള ഒറ്റയിട്ട എല്ലാ രാത്രികളും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് ഒന്നാമത്തത്, എല്ലാ ദിവസവും രാത്രിയിൽ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. എത്രയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റുക? അള്ളാഹുവിനോട് ചോദിക്കണമെന്ന്. ലൈലത്തുൽ ഖദ്ർ അള്ളാഹു എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ആർക്കാണ് ലൈലത്തുൽ ഖദ്ർ കൊടുക്കുക? ചോദിക്കുന്നവർക്കേ കിട്ടുള്ളൂ. അപ്പൊ ചോദിക്കണം. അള്ളാഹു അവന്റെ അഫ്വ അള്ളാഹു നമുക്ക് നൽകണം. അള്ളാഹു നമുക്ക് പുറത്തു തരണം. അത് പുറത്തു തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ധാരാളമായിട്ട് ഇനിയുള്ള എല്ലാ രാത്രികളിലും പകലിലും ചൊല്ലണം. തയ്യാറായല്ലോ? 100 ചൊല്ലിയാ പോരാ. 100 നമ്മൾ സാധാരണ ചൊല്ലുന്നതാ. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ഒരു രാത്രി മുഴുവനും ഇല്ലേ പ്രിയമുള്ളവരെ? 1000 തവണ ചൊല്ലിയാൽ എന്താണ്? ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് ചൊല്ലുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം ധാരാളമായിട്ട് ചൊല്ലുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം. അടുത്തതോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റമളാനിൽ എല്ലാ ദിവസങ്ങളിലും ചൊല്ലേണ്ട, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ഈ ദുആ. ഇത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. 3 കാര്യങ്ങളായി. നാലാമത്തേത്, മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഇശാ 5 ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഇത് ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട അമലുകളാണ്. മഗ്രിബും ഇശാവും അന്നത്തെ രാവുകളിൽ പ്രധാനമായും ജമാഅത്ത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായില്ലേ? പിന്നെ മഹദിയായ വലിയ വലിയ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ധാരാളമായിട്ട് ചൊല്ലേണ്ടതാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം. അടുത്തത് ഇപ്പൊ 1, 2, 3, 4, 5 6ാമത്തെ കാര്യം പറയാൻ പോകുന്നു. ഇസ്തിഗ്ഫാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മഗ്രിബിന്റെ പറഞ്ഞു, ഇശാഇന്റെ പറഞ്ഞു. 6 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദിക്ർ ചൊല്ലുക. അതാണ് ചൊല്ലേണ്ട. 6 കാര്യം പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ അഫ്വ് ചെയ്യുന്നവനാണ്. ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എന്നെ തൊട്ട് നീ അഫ്വ് ചെയ്യണേ എന്നുള്ള ആ വളരെ പവിത്രമായ ദുആ അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിൽ ധാരാളമായി ചൊല്ലേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 7ാമത്തേത്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ സ്വതക്ക ധാരാളമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു മടിയും കാണിക്കേണ്ട. ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണോ കൊടുക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, ആർക്ക് കൊടുക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നത്, മനസംതൃപ്തിയോടുകൂടെ ഒരാളും നിർബന്ധിപ്പിക്കാതെ വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ആത്മാർത്ഥമായി നീ നിന്റെ കൈ കൊണ്ട് ദാനം ചെയ്യുന്നോ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളെ. 8ാമത്തേത്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ആ രാവുകളിലൊക്കെ നോമ്പ് തുറപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ചില നാടുകളിലൊക്കെ കാണാം, എല്ലാ നാട്ടിലെ വീടുകളിൽ എല്ലാ ദിവസവും നോമ്പ് തുറയുണ്ടാവും.
അപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നോമ്പ് തുറണ്ടല്ലോ, അങ്ങനല്ല. ആ വീട്ടിൽ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കലുണ്ടാകും. നമ്മുടെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കലുണ്ടല്ലോ, അങ്ങനെയുമല്ല. ആ നാട്ടിലെ ആ വീട്ടില് എല്ലാ ദിവസവും അന്യരെ വിളിച്ചുകൊണ്ട് പുറത്തുള്ള യാത്രക്കാരെ, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ വിളിച്ച്, പരസ്പരം ഒരു നിലക്കും കണ്ടുപരിചയമില്ലാത്ത ആളുകളെ വിളിച്ച്, അന്യരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്ന, 30 ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന എത്രയോ വീടുകൾ എനിക്ക് നേരിട്ടറിയാം. ഈ വിനീതൻ നാദാപുരം, പാനൂര്, അതേപോലെ തന്നെ പെരിങ്ങത്തൂര് തുടങ്ങിയ ഏരിയകളിലൊക്കെ ദർസ് പഠിക്കുന്ന കാലയളവില് ഉറുദിക്ക് പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു 5 വർഷക്കാലം. അങ്ങനെ ഉറുദിക്ക് പോയിരുന്ന സമയത്ത് റമളാനിനങ്ങ് തുടക്കത്തിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അവസാനം വരെ നോമ്പ് തുറക്കാൻ വേണ്ടി ആ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു നിലക്കും പരിചയമില്ലാത്ത ആളുകളെ വിളിച്ചു കൊണ്ടുപോകും നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. സുഭിക്ഷമായ ഭക്ഷണമാണ് അവിടെ തയ്യാർ ചെയ്യപ്പെടുന്നത്. അത് ആരെങ്കിലും ആയിട്ട് പള്ളിയിലെ ആ വീട്ടിലെ കാര്യസ്ഥർ, ആ വീട്ടിലെ ഉപ്പ പള്ളിയിലേക്ക് ചെല്ലുമ്പോ ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ കൊണ്ടുവരും, അത് ഉറപ്പാണ് എന്ന് ആ വീട്ടുകാർക്കും അറിയാം. അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന ചില നാടുകളുണ്ട്, ചില വീട്ടുകാരുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അന്യരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് ഇന്നുവരെ സാധിച്ചിട്ടുണ്ട്. ആരെയും നോമ്പ് തുറപ്പിക്കാം. പക്ഷേ അശരണരായ ആളുകൾക്ക്, നിരാലംബരായ ആളുകൾക്ക് ആലംബമാകാനും അവർക്ക് ആശ്രയമാകാനും കഴിയുമ്പോൾ അതിന് വലിയ പ്രതിഫലമല്ലേ. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടെ മുന്നോട്ട് വരിക. അപ്പൊ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ആ രാവുകളിൽ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അന്നത്തെ ആ രാവ് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ നാം വിജയികളുടെ കൂട്ടത്തിൽപ്പെട്ടു. അടുത്തത് തഹജ്ജുദ് നിസ്കാരം. 1 2 3 4 5 6 7 8 9ാമത്തത് തഹജ്ജുദ് നിസ്കാരം. അപ്പോ തഹജ്ജുദ് നിസ്കാരം ഇനിയുള്ള രാത്രികളിൽ ഒഴിവാക്കാതിരിക്കുക. അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ. അപ്പോ ഇനിയുള്ള എല്ലാ രാത്രികളിലും തഹജ്ജുദ് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദർ അന്നത്തെ ഏതെങ്കിലും ഒരു രാവാണെങ്കിൽ നമുക്ക് വിജയികളിൽ പെടാൻ സാധിക്കും. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് തസ്ബീഹ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ഞാൻ സമയമുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യും. എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത്, തെറ്റുകൾ, പാകപ്പിഴവുകൾ കൂടാതെ കൃത്യമായി പകല് രാത്രിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഏത് രൂപത്തിൽ, ഏതു സമയത്തിൽ, എങ്ങനെ, എവിടെ വെച്ച് ജമാഅത്തായിട്ടോ അല്ലാതെ ഒറ്റക്ക് നിസ്കരിച്ചോ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് കൃത്യമായി ഒരു വീഡിയോ ചെയ്യും. അറിയുന്ന രൂപത്തിൽ നിങ്ങൾ ജമാഅത്തായിട്ട് തസ്ബീഹ് നിസ്കാരം, അല്ല ജമാഅത്തായിട്ട് എന്ന് പറഞ്ഞ് മാറിപ്പോയതാണ്, അത് പിൻവലിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുക. എന്നാൽ അന്ന് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു. അതേപോലെ തന്നെ പകലിൽ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഇപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പറഞ്ഞു 1, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം 2, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലണം 3, മഗ്രിബ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കണം 4, ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കണം 5, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് ചൊല്ലണം 6, സദഖ ചെയ്യണം 7, നോമ്പ് തുറപ്പിക്കണം 8, തഹജ്ജുദ് നിസ്കരിക്കണം 9, തസ്ബീഹ് നിസ്കരിക്കണം 10, ളുഹാ നിസ്കരിക്കണം 11, 12 വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. 13ാമത്തത് ഇനിയുള്ള രാത്രികളിൽ തൗബ ചെയ്യണം. ഒറ്റക്കും ചെയ്യാം തൗബ. നിങ്ങൾ ഏകാന്തമായി ഇരുളിന്റെ ഇരുളറയിലിരുന്ന് നിങ്ങൾ സഹോദരിമാർ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് ഒറ്റക്കിരുന്ന് റബ്ബിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി തൗബ ചെയ്യുക. തൗബയുടെ ശുറൂത്തുകൾ പാലിക്കുക. തൗബയ്ക്ക് എന്തെല്ലാം ഷർത്തുകളുണ്ട്, ആ ഷർത്തുകളൊക്കെ പാലിച്ച് തൗബ ചെയ്താലാണ് തൗബ സ്വീകരിക്കുക. നസൂഹായ തൗബ ണം. അങ്ങനെ തൗബ ചെയ്യുക. 14ാമത്തത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അതിപ്പോ പ്രത്യേകം പറയാൻ കാരണം അതിൽ ബറക്കത്തുണ്ട്. പ്രിയമുള്ളവരെ, പലരും അത്താഴം കഴിക്കുന്നതിന് നിസ്സാരമായി കാണുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ടൗണുകളിലും ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും എല്ലാം നൈറ്റ് ലൈഫ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞും തറാവീഹ് നിസ്കരിക്കാതെ അത് കട്ടാക്കിയും ഒക്കെ എത്രയോ ആളുകൾ 11:30-12 മണിക്ക് രാത്രി പുറത്തേക്ക് ഇറങ്ങി അവർ 1 മണി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് 2:30 ആകുമ്പോഴേക്ക് 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് വന്ന് ആ ക്ഷീണത്തിൽ കിടന്ന് അത്താഴവും സുബ്ഹിയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് മുത്തുനബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് അത്താഴം കഴിക്കുക എന്നുള്ളത്. 15ാമത്തെ കാര്യം, ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കാൻ ചെയ്യേണ്ട, ആണെന്ന് കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആണ് എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട 15ാമത്തെ കാര്യമാണ്, എല്ലാ കർമ്മങ്ങളും ചെയ്ത് എല്ലാം കഴിഞ്ഞു, 21-ാം രാവും 23-ാം രാവും 25-ാം രാവും 27-ാം രാവും 29-ാം രാവും എല്ലാം ഹയാത്താക്കി അവസാനം അവൻ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയിൽ അങ്ങ് ഉറങ്ങി. അതോടുകൂടി അവന്റെ ബറക്കത്ത് അങ്ങ് നഷ്ടപ്പെട്ടു അല്ലേ? ആ സമയം ബറക്കത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഇനിയുള്ള രാത്രികളിൽ സുബ്ഹ് നിസ്കാരത്തിന്റെയും സൂര്യോദയത്തിന്റെയും ഇടയിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ബറക്കത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്. ആ ബറക്കത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കാരണവശാലും ഉറങ്ങാതിരിക്കുക. അപ്പൊ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ ചെയ്യേണ്ട 15 കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ ഇവിടെ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിലെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മഹത്തായ ആ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സാധുക്കളായ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലേ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന്റെ താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ എഴുതും. ആ സമയത്തൊക്കെ നല്ല ആത്മാർത്ഥമായി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവർ ഞങ്ങൾ പെടുത്തണം അല്ലാഹ്, പ്രതികൂലമായി സാക്ഷി പറയുന്നതിൽ പെടുത്തല്ല അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.